ശില്പികളും. പ്രബുദ്ധരാവുക നാമല്ല, യുവജന പ്രജ്ഞയെ കാർന്നു തിന്നു ലഹരിക്കെതിരെ മുന്നേറും. നാടിൻ വിപത്തിനെ തുടച്ചു മാറ്റാം, ഒന്നായി കൈകോർക്കാം. നോ ഡ്രഗ്സ്, നോ സ്മോക്ക്, നോ ഡ്രിങ്ക്സ്. ബാലമനസ്സുകളെ മുരടിപ്പിക്കും. ലഹരിക്കെതിരെ ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂൾ ടീം അണിനിരക്കുന്നു. കിച്ചു, എടാ കിച്ചു, വാടാ, ഞങ്ങൾ എത്തി. ഇന്ന് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാം. അവന് വീണ്ടും ശ്വാസം മുട്ടാണ്. എന്റെ കുട്ടിക്ക് മാത്രം എന്താ എന്നും ഇങ്ങനെ? അമ്മേ, ഞങ്ങൾ അകത്തേക്ക് വരട്ടെ? എടാ കിച്ചു, നിനക്കെന്താ എപ്പോഴും എങ്ങനെ? എന്റെ അങ്കിളിനും എപ്പോഴും ചുമ ശ്വാസം മുട്ടുമാ. പിന്നെ അങ്ങേര് നല്ല വലിയ കൊടിയുമാണ്. അതിന് കിച്ചു വലിക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അസുഖം വരാൻ? ശരിയാ, ഞാൻ വലിക്കില്ലെന്നത് ശരി തന്നെയാ. പക്ഷേ എന്റെ ബാല്യത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിറയെ പുകയാ. എന്റെ അപ്പനിപ്പോ അപ്പൻ പോയിട്ട് വർഷങ്ങളായി. പക്ഷെ ഞാനിപ്പോൾ ആ പുകയിൽ എരിഞ്ഞമരുകയാ. അപ്പം വലിച്ച പുക ഇപ്പോഴും എന്റെ ശ്വാസകോശത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ചോറ് വാരി തന്നിരുന്നു, ഉറക്കിയിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല, ഓരോ സിഗരറ്റും എന്റെ ആയുസ്സിൽ നിന്നാണ് അല്പാൽപമായി മോഷ്ടിച്ചിരുന്നതെന്ന്. ഡോക്ടർമാരുടെ അടുത്ത് എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയാമോ? രാത്രി മുഴുവൻ ഇവൻ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ, ദൈവമേ എന്റെ ശ്വാസം എടുത്തോളൂ, എന്റെ കുഞ്ഞിനെ രക്ഷിച്ചാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു സിഗരറ്റ് കത്തുമ്പോൾ പുക മാത്രമല്ല ഉയരുന്നത്, ഒരു കുഞ്ഞിന്റെ സ്വപ്നങ്ങളും ഉയർന്നു പൊങ്ങുന്നുണ്ട്. അതെ, ഈ തലമുറയുടെ ദുശീലങ്ങൾ വരും തലമുറയെ കാർന്നു തിന്നാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ.
ഇടപാടുകളുണ്ടെന്നും എനിക്കറിയാം. പൈസ തരില്ല ഞാൻ. തരില്ലേ? മേടിക്കാൻ എനിക്കറിയാം. മോനെ, ഈ കൈകളാണ് നിന്നെ ആദ്യമായി എടുത്തത്. ഈ നെഞ്ചിലാണ് നീ ആദ്യമായി ഉറങ്ങിയത്. ഈ വിരലുകൾ പിടിച്ച നീ നടക്കാൻ പഠിച്ചത്. ഇപ്പോ ഈ കൈകളിൽ തന്നെയാണോ നീ കത്തി ഉയർത്തുന്നത്? എനിക്ക് പണം വേണം. പണം തരാം, വീടും തരാം, എന്റെ ജീവൻ എടുത്തോളൂ. പക്ഷേ ഒരിക്കൽ കൂടി അമ്മയെന്ന് വിളിച്ചിരുന്ന എന്റെ പഴയ മോനെ എനിക്ക് തിരിച്ചു തരുമോ? ലഹരി എന്റെ മകനെ കൊന്നിട്ടില്ല, പക്ഷേ ജീവനോട് എന്റെ കൺമുമ്പിൽ നിന്ന് തട്ടിയെടുത്തു. ഈ അമ്മയുടെ കണ്ണീരിന് ഒരു വിലയുമില്ലേ? ഇന്ന് ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഓരോ കുടുംബങ്ങളെയുമാണ്. അമ്മയുടെ കണ്ണീർ വീഴാതിരിക്കാൻ, കുട്ടികളുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ, കുടുംബങ്ങൾ അനാഥമാകാതിരിക്കാൻ. നോ ഡ്രഗ്സ്, നോ സ്മോക്ക്,